മുത്തപ്പ ശരണം. മനസ്സുകൊണ്ട് ആ എണ്ണത്തിനകത്ത് ഓരോരോ തലയെണ്ണം ഉണ്ടെന്ന വസ്തുതയും എന്റെ അകമ്പടികളായിരിക്കുന്ന കരമാണ് ദൈവത്തിന്റെ പക്കൽ കണ്ടുവച്ചതല്ലേ. ആ കരം ചേർത്ത് പിടിച്ചിരിക്കുന്ന അനുഭവം അത് മനസ്സും ശരീരവും ശുദ്ധീകരിച്ച് കണ്ട് കൽപ്പിച്ചിരിക്കുന്ന കർമ്മം അറിഞ്ഞും അറിയാതെയും ഉറിഞ്ഞും അറിയാതെയും കൽപ്പിച്ചിരിക്കുന്ന കർമ്മങ്ങളാണെങ്കിലും മനസ്സാണ് ഏറ്റവും വലുത്. ആ മനസ്സ് തെളിഞ്ഞ നീര് പോലെ തന്നെയാണ് എന്റെ അകപ്പെടുക്കുന്നത്. സാക്ഷി ചാടുന്നത് ആര് ചാടി എന്റെ വേദങ്ങൾ ഞാൻ ചാടിക്കളിക്കാം. ഈ മുത്തപ്പന് ഭോജനം ആര് ചാടിക്കളഞ്ഞാലും, അതായത് ആരുപേക്ഷിച്ചാലും നിന്റെ കൂടെ ഞാനുണ്ട്. കണ്ണൂരുകാരുടെ ആ ധൈര്യത്തിൻ്റെ പേരാണ് ശ്രീ മുത്തപ്പൻ. കണ്ണൂരിന് പുറത്തുള്ളവരും മുത്തപ്പൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് കേട്ട് കാണും. ജാതിയും മതവും നോക്കാതെ ആർക്ക് വേണമെങ്കിലും കയറി ചെല്ലാവുന്ന സന്നിധിയാണ് മുത്തപ്പൻ്റേത്. പറശ്ശിനിക്കടവ് ക്ഷേത്ര സന്നിധിക്ക് പുറമെ മിക്കവാറും എല്ലാ കുടുംബങ്ങളിലും മുത്തപ്പൻ തെയ്യം നേർച്ചയായി കെട്ടിയടിക്കാറുണ്ട്. മുത്തപ്പൻ വളരെ സിമ്പിളാണ്, മിനിമലിസ്റ്റാണ്. മുത്തപ്പനെ പോലെ തന്നെ വളരെ സിമ്പിളാണ് മുത്തപ്പൻ്റെ പ്രസാദവും. അതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടാലോ? അതിനുവേണ്ടി ആദ്യം കടല, അല്ലെങ്കിൽ വൻപയർ, അല്ലെങ്കിൽ ചെറുപയർ, ഈ 3 ധാന്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് നമുക്ക് വെള്ളത്തിലേക്ക് കുതിർക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് വൻപയറാണ്. കണ്ണൂരിൽ ഇതിനെ മമ്പയർ എന്നും പറയും. ഇതല്ലാതെ വേറെ ഏതെങ്കിലും ധാന്യം ആരെങ്കിലും ഉപയോഗിക്കാറുണ്ടെങ്കിൽ, അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എൻ്റെ അറിവിൽ ഈ 3 ധാന്യങ്ങളാണ് ഞാൻ സാധാരണയായി ഉപയോഗിച്ച് കണ്ടിട്ടുള്ളത്. ഇനി ഈ വൻപയർ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ അടുപ്പിലുള്ള ഒരു കലത്തിലേക്ക് ഇതിടുകയാണ്. ഇത് കുളിച്ച് വളരെ ശുദ്ധിയോടുകൂടി മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ. ഇതാ ഞാനിപ്പം കലത്തിലേക്ക് മാറ്റുകയാണ്. ഇതിലേക്ക് 1 ഗ്ലാസ് വൻപയറാണ് ഞാൻ എടുത്തത്. ഇതിലേക്ക് ഞാൻ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിക്കുകയാണ്. ഇനി ഇതിലേക്ക് ഇച്ചിരി ഉപ്പ് ചേർക്കാം. ചിലർ ഇതിൽ ഉപ്പ് ചേർക്കാറില്ല, ചിലർ ഉപ്പ് ചേർക്കാറുണ്ട്. പക്ഷെ പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രസാദത്തിന് ഉപ്പ് രസം ഉണ്ടാവാറുണ്ട്. നിങ്ങൾ ഉപ്പ് ചേർക്കാറുണ്ടോ? താഴെയൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി കണ്ണൂരിന് പുറത്തുള്ളവർക്ക്, മുത്തപ്പൻ്റെ ചരിത്രം അറിയാത്തവർക്ക് വേണ്ടി 2 വാക്ക്. പണ്ട് വളരെ പണ്ട് ഒരു നാടുവാഴിയുടെ മകനായിട്ട് വളർന്ന മുത്തപ്പൻ ചെറുപ്പം മുതലേ നായ്ക്കളോടൊപ്പം കഴിയാനും അവയോടൊപ്പം കാട്ടിൽ പോകാനും വളരെ സാധാരണക്കാരായ ജനങ്ങളോടൊപ്പം ജീവിക്കാനുമാണ് ഇഷ്ടപ്പെട്ടിരുന്നത്. കഥ പൂർത്തിയാക്കും മുമ്പേ നമ്മുടെ റെസിപ്പിയിലേക്ക് വരുവാണെങ്കിൽ, ഇനി ഒരു തേങ്ങ വേണം. അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ തേങ്ങ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. നേരിയതായിട്ട് ഒന്ന് ഇങ്ങനെ പൂളിയെടുക്കാം. ഇനി മുത്തപ്പൻ്റെ കഥ തുടരുകയാണെങ്കിൽ, മുത്തപ്പൻ്റെ ഈ പ്രവർത്തികളിൽ എതിർപ്പ് പ്രകടിപ്പിച്ച കുടുംബത്തെ ഉപേക്ഷിച്ച്, എല്ലാ ആഡംബരവും ഉപേക്ഷിച്ച് നായ്ക്കളെയും കൂട്ടി കാട്ടിൽ പോയ മുത്തപ്പൻ വിശപ്പുള്ളവർക്ക് ഭക്ഷണം നൽകി ദുഃഖിതരുടെ വേദന കേട്ട് അവരെ ആശ്വസിപ്പിച്ച് ജീവിച്ചു പോന്നു. ഇനി വേണ്ടത് ഉണക്കമീനാണ്. ഈ മീനാണ് സാധാരണയായിട്ട് എടുക്കാറ്. ഇതിന് മുള്ളൻ എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയാമെന്ന് അറിയില്ല. ചിലവർ ചൂട്ടാച്ചി എന്നൊക്കെ പറയുന്നത് കേൾക്കാം. എന്തായാലും ഈ മീൻ ചുട്ടെടുക്കുകയാണ് വേണ്ടത്. ഒരിക്കലും എണ്ണയിൽ വറുത്തിട്ടെടുക്കാൻ പാടില്ല. കനലിൽ ചുട്ടെടുക്കാറാണ് പതിവ്. ഇനിയിപ്പോൾ കനലൊന്നും ആക്കാൻ പറ്റാത്തവർക്ക് സ്റ്റൗവിലെ തീയിൽ ചുട്ടെടുക്കാം. നേരത്തെ കഥ തുടരുകയാണെങ്കിൽ, ഇങ്ങനെ മത്സ്യവും മാംസ്യവും ഒക്കെ കഴിക്കുന്നത് കാരണം എതിർപ്പ് പ്രകടിപ്പിച്ച സമൂഹത്തെയും കുടുംബത്തെയും ഉപേക്ഷിച്ച് കാട്ടിലെത്തിയ മുത്തപ്പൻ പാവങ്ങളുടെ രക്ഷകനായി കാലക്രമേണ ദൈവമായി ആരാധിക്കപ്പെടുകയും തിരുവപ്പന, വെള്ളാട്ടം എന്നീ രൂപങ്ങളിലൂടെ തെയ്യമായി അവതരിക്കപ്പെടുകയും ചെയ്തു. വൻപയർ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഇനി വേണ്ടത് അവലാണ്. പിന്നെ കള്ളും ഉണ്ടായിരിക്കും. ഞാനിപ്പോൾ ആ കള്ള് ഞാൻ കാണിക്കുന്നില്ല. പറശ്ശിനിക്കടവിലും പ്രസാദമായിട്ട് കള്ള് തരാറില്ല. അവർ ഇതും ചായയുമാണ് തരാറ്. ശരിക്കും പറഞ്ഞാൽ ഒരു പെർഫെക്റ്റ് ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണിത്. അതിരാവിലെ പറശ്ശിനിക്കടവിൽ ദൈവത്തിനെ തൊഴുതിട്ട് ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണിത്. ഇതിൻ്റെ ഒപ്പം ഇങ്ങനെ കള്ളും കൂടി വെച്ചിട്ടാണ് നമ്മൾ വീടുകളിലും മുത്തപ്പന് നിവേദ്യമായിട്ട് നൽകാറ്. ചില വീടുകളിൽ മുത്തപ്പന് വേണ്ടിയിട്ട് പ്രതിഷ്ഠയായിട്ട് ഒരു ചെറിയ ക്ഷേത്രം പോലെ ഉണ്ടാവും. ചിലയിടങ്ങളിൽ മുത്തപ്പൻ നേർച്ചയായിട്ട് കഴിക്കുമ്പോൾ അവർ താൽക്കാലികമായിട്ട് ഒരു ആരൂഢ പ്രതിഷ്ഠാസ്ഥാനം ഉണ്ടാക്കിയിട്ട് അവർ മുത്തപ്പന് നിവേദ്യം നൽകിയിട്ട് ആരാധിക്കും. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഗായ്സ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. വീണ്ടും കാണുന്നത് വരെ ബൈ.